എല്ലാവർക്കും നമസ്കാരം. ഒരു വ്യക്തി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ പേടിക്കേണ്ട എന്നതാണ് ഇന്നത്തെ വിഷയം. ഒറ്റപ്പെടൽ, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക, ഏകാന്തത, സമൂഹം ഒറ്റപ്പെടുത്തുക. ഈ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് ചിന്തിക്കുക. അല്ലാതെ നെഗറ്റീവ് മൈൻഡായി ഒരിക്കലും ഇരിക്കരുത്. ഉപയോഗപ്രദമാക്കുക ഈ സമയം. നമ്മൾ ഒറ്റയ്ക്കാണ്. ദൈവത്തിനോട് ഈ കാര്യം പറയേണ്ട ആവശ്യമില്ല. കാരണം ദൈവം എല്ലാം അറിയുന്നുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞ് ശക്തിയെ തിരിച്ചറിയുക. ദൈവത്തിനോട് കൂടുതൽ അടുക്കും. നമ്മുടെ ഒറ്റപ്പെട്ട ജീവിതം നമ്മൾ തന്നെ സന്തോഷപ്രദമാക്കി തീർക്കണം. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. എന്ത് ചെയ്യണം? പോംവഴി നോക്കുക. ഇനി ഞാൻ പോകേണ്ടത് ഏത് വഴിയിലൂടെയാണ് എന്ന് ചിന്തിക്കുക. ഈ ഒറ്റപ്പെടൽ വളരെ നല്ലതാണ്. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മുടെ ഉള്ളിലെ വെളിച്ചം കണ്ടുപിടിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം നമ്മളെ അവഗണിക്കും, തെറ്റിദ്ധരിപ്പിക്കും, പരിഹസിക്കും, എല്ലാം ഉണ്ട്. എങ്കിലും നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടും. ഒരു കാര്യം ഓർക്കുക, മൗനം ബലവാന്റെ കവചമാണ്. ഇതറിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുക. നിങ്ങൾ പുതിയ പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കുക. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ജനങ്ങളുടെ പരിഹാസം ഉണ്ടാകും. അത് ശ്രദ്ധിക്കേണ്ട. കൂടുതൽ ആളുകളും കേൾക്കുകയാണ്, കുറച്ചാളുകൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അത് നമ്മൾ തിരിച്ചറിയണം. നിങ്ങളെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുക, ദുരുപയോഗം ചെയ്യുക, തള്ളിക്കളയുക, ഇതെല്ലാം ഉണ്ടാവും സമൂഹത്തിൽ. നിങ്ങൾ അതൊന്നും കാര്യമാക്കാതെ സ്വന്തം കാര്യത്തിൽ സ്വന്തം കർമ്മങ്ങൾ ചെയ്യുക. ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുക. കുറച്ച് കഴിഞ്ഞാൽ വലിയൊരു വാതായനം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. തീർച്ചയാണ്. തുറന്ന മനസ്സോടുകൂടെ നോക്കുക. പ്രപഞ്ചം നമുക്ക് മഹത്തായ ഒരു കാര്യങ്ങൾ തരുന്നതാണ്. സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഇതെല്ലാം പറയുന്നത്. ഉയരുന്നവന് ഒരിക്കലും തിരക്കിട്ട ജീവിതം ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ കർമ്മം നന്നായാൽ ഫലം കിട്ടും എന്ന കാര്യം ഉറപ്പാണ്. ഇരുട്ട് പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു വഴിയാണെന്ന് മനസ്സിലാക്കുക. ചില രാത്രികൾ നിങ്ങളെ ജീവിതം തന്നെ ഉയർത്തുന്നതാണ്. നിങ്ങൾ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുക. ഒരു കാര്യം ഓർക്കുക, ശരീരം നശ്വരമാണ്, ആത്മാവ് അനശ്വരമാണ്. ടൈംലെസ്സായ ആത്മാവ് ടൈംലെസ്സായ അവസ്ഥകളെ തിരിച്ചറിയും. നിങ്ങൾ മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കുക. നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കണ്ട. കർമ്മരംഗം ശരിയാക്കുക. നമ്മൾ സത്യത്തിലൂടെ ജീവിക്കുക. അങ്ങനെ ഏകാന്തത നിങ്ങളുടെ ഒരു സൂപ്പർ പവറായി മാറുന്നതാണ്. ഇത് എല്ലാവരും വിഷമിച്ചിരിക്കാതെ പോസിറ്റീവ് എനർജിയോടുകൂടി പ്രവർത്തിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ഇത് നിങ്ങളുടെ സൂപ്പർ പവറായിരിക്കും. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി എല്ലാവർക്കും നമസ്കാരം.